ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു എഗ് ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു സവാള 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2.5 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലോട്ട് കുറച്ച് നമ്മുടെ കായപ്പൊടിയില്ലേ, അത് കട്ടിയായിട്ടിരുന്ന് കണ്ടിട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ വേറെ എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്തൊരു കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങളൊരു ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബജ്ജിയുടെ ബാറ്റർ റെഡിയാക്കുന്ന പോലെ തന്നെ, പഴംപൊരിയുടെയൊക്കെ ബാറ്റർ റെഡിയാക്കുന്ന പോലെ തന്നെ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിലാവരുത്. എണ്ണ കുടിക്കും, പിന്നെ നമുക്ക് പെർഫെക്ഷനിൽ കിട്ടുകയില്ല. അപ്പോൾ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണ്ടേ. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മളെ എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അത് ബീറ്റ് ചെയ്തു. ആ ഉപ്പും നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കണം. ഓംലെറ്റാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബജ്ജിയാക്കുന്നത്. പക്ഷെ നമ്മൾ വെറുതെ അല്ലാതെ ഇങ്ങനെ മുഴുവനത്തോടെ മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബജ്ജിയില്ലേ, അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ റെഡിയാക്കുമ്പോൾ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുട്ട പച്ചണ രീതിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് നൈസാക്കാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷേ എൻ്റെ പാൻ അധികം ചൂടാവാത്തതുകൊണ്ട്, സൈഡൊന്നും ചൂടാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിടാൻ നേരം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല കേട്ടോ, കാരണം നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കണം. ഇനി അടുത്തതും കൂടി നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം ആകുമ്പോൾ അതിന് പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടും. എനിക്കിതിൽ ഇട്ട് പൊരിക്കുമ്പോൾ ഈ ഓംലെറ്റൊക്കെ നമ്മൾ ഇതിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ റെഡിയാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൽ തന്നെ എടുത്തത്. നമുക്കിപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തേത് നല്ല പെർഫെക്ഷനായിട്ട് തന്നെ നമുക്ക് മറിച്ചിടാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ ഇത് നമ്മുടെ ഇതുപോലെ സ്പാച്ചിലോ എന്തെങ്കിലും ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കുക. കാരണം നമ്മൾ ബജ്ജി എന്ന് പറഞ്ഞാൽ പല ഷേപ്പിൽ വരുത്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിലോട്ട് ഇത് ടിപ്പ് ചെയ്ത് കൊടുത്ത് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണോണ്ട് തന്നെ നമ്മുടെ ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും, ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് കൊടുക്കുക അതിൽ. എന്നിട്ട് നല്ല ക്രിസ്പി ആവണ വരെ ഒന്ന് അതിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. കണ്ടത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ, പറയാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം നമ്മളല്ലാതെ മുട്ട അങ്ങനെ കഴിക്കുമ്പോൾ ഒരു എന്താ പറയണത്, ശരിക്കും ഒരു മടുപ്പ് പോലെ തോന്നും. പക്ഷെ ഇത് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ബജ്ജിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.